Hi friends, Assalamu alaikum. Welcome back to Jazz Food Court. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് pinwheel സമോസയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ഓയിലും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഇതുപോലെ പിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കാൽ ഗ്ലാസ് പാലെടുത്ത് ഇതിലേക്ക് 1.5 സ്പൂൺ മൈദയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ചേർത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവെടുത്ത് ചപ്പാത്തിക്ക് പരത്തണ പോലെ കുറച്ച് വലുപ്പം കൂട്ടി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ വിതറി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. മുഴുവനും ഭാഗത്തായി നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം.
നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോ പീസാക്കി എടുക്കാം. അത് ആദ്യത്തെ കത്തി ശരിയാവാത്തതുകൊണ്ട് ഞാൻ കത്തി മാറ്റി പിടിച്ചതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് ആവശ്യത്തിന് ഉപ്പും 3 സ്പൂൺ മൈദയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും കട്ടി മതി. ഇതുപോലത്തെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ മുക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൽ കൊള്ളുന്നത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കളറായി കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവനും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വീൽ സമൂസ നല്ല മൊരിഞ്ഞ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പിൻ വീൽ സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.